കാസർഗോഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ട് എന്നറിയപ്പെടുന്ന ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വണ്ടർ സ്ട്രിപ്പിന്റെ കാസർഗോഡ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് വന്ന ആദ്യത്തെ ദിവസം നമ്മൾ പല വ്യത്യസ്തമായ അമ്പലങ്ങളും തെയ്യവും ഒക്കെ കണ്ടിട്ടായിരുന്നു അന്നത്തെ ദിവസം ചെലവഴിച്ചത്. രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റു ബേക്കൽ ഫോർട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്കായിരുന്നു കാപ്പിൽ ബീച്ച് എന്ന ബോർഡ് കണ്ടത്. എന്നാൽ ആ ബീച്ചിന്റെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് ബേക്കൽ ഫോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വണ്ടി അങ്ങോട്ട് തിരിച്ചു. കാസർഗോഡ് ഫേമസ് ആയിട്ടുള്ള താജ് ഹോട്ടലും ലളിത് ഹോട്ടലിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബീച്ച് വരുന്നത്. നല്ല ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് അധിക സമയമൊന്നും ബീച്ചിൽ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ വേഗം ബേക്കൽ ഫോർട്ടിലേക്ക് വിട്ടു. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററാണ് ബേക്കൽ ഫോർട്ടിലേക്കുള്ള ദൂരം. നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസും അതുകൂടാതെ നിങ്ങൾ ഇലക്ട്രിക് വണ്ടിയാണ് ഇവിടെ എടുത്തിട്ട് വരുന്നതെങ്കിൽ അത് പാർക്ക് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസും അതിൻ്റെ കൂടെ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ എന്തായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നടന്നു ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറിലേക്ക് പോയി. ഒരാൾക്ക് 25 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അത് 15 വയസ്സിന് മേളിലുള്ള ആൾക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കൂ. ചെറിയ കുട്ടിയൊക്കെ ടിക്കറ്റ് എടുക്കണ്ട. പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്. ഫോണിൽ ക്യാമറയുടെ വീഡിയോ എടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ട്രൈപോഡും സ്റ്റാൻഡും അങ്ങനത്തെ ഒരു കാര്യങ്ങളും അകത്തോട്ട് കൊണ്ടുപോകാൻ വിടില്ല. ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന വലിയൊരു കവാടമാണ്. നല്ല ഗേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കവാടം. അത് കയറി നേരെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വീണ്ടും ഒരു മതിലൊക്കെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ റൈറ്റ് സൈഡിൽ നമുക്കൊരു അമ്പലം കാണാൻ കഴിയും, ഒരു ഹനുമാന്റെ അമ്പലം. ഈ ഒരു അമ്പലത്തിനെ പറ്റിയുള്ള കഥകളോ ഐതിഹ്യങ്ങളോ എവിടെയും എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ല. കോട്ടയിലേക്ക് കയറുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു സിഗ്സാക്ക് ആയിട്ടുള്ള ഒരു വഴിയാണ്. ആദ്യം റൈറ്റ് എടുത്തു, പിന്നെ ലെഫ്റ്റ് എടുത്തു, പിന്നെയും ലെഫ്റ്റ് എടുത്തു, പിന്നെയും റൈറ്റ് ഒക്കെ എടുക്കുമ്പോഴാണ് മെയിൻ എൻട്രൻസിലേക്ക് വരുന്നത്. ഏകദേശം 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എന്ന് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്കിന്റെ മേലിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്യൂ ആണ്. പല സിനിമകളിലും വീഡിയോയിലും പരസ്യത്തിലും ഒക്കെ നമ്മൾ ഈ ടവറിനെയോ ഈ ടാങ്കിനെയോ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ കുറേ അധികം കണ്ടിട്ടുണ്ടാവും.
ടൂറിസ്റ്റ് ഒക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ഒരു എൻട്രി ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള ടൈം ആയിരിക്കും ഈ ഒരു ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈം. കാരണം ആ ഒരു സമയത്ത് വെയിലൊക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു ടൈമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെയിലിന് കയറി നിൽക്കാനൊന്നും അധികം സ്ഥലങ്ങളൊന്നുമില്ല. ഈ ഒരു കോട്ടയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലത്തെ വാച്ച് ടവറുകൾ കാണാൻ കഴിയും. ബേക്കൽ ഫോർട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് നല്ല ചെങ്കല്ല് കൊണ്ടാണ്. നമുക്ക് പല ഭാഗത്തും കാണാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഈ ഒരു കോട്ടയുടെ ഒരു ഭാഗത്ത് പോലും ഒരു ഡാമേജും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് മാത്രമല്ല കോട്ട. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടലിലെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള നല്ല മനോഹരമായ വ്യൂ കാണാൻ കഴിയും. ഈ ഒരു കോട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു വാച്ച് ടവറാണ്. 2 സൈഡും ബീച്ചും ഫ്രണ്ടിൽ നല്ല വിശാലമായ അറബിക്കടലും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞണ്ടുകളും ആ പാറയിൽ അടിച്ച് തെറിക്കുന്ന തിരമാലകളും ഒക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് തരുന്നത്. ഒരേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കത്തി നിൽക്കുന്ന വെയിലാണ്. ബേക്കൽ ഫോർട്ടിൻ്റെ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് പഴയൊരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളി. പണ്ട് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമ്മൾ കോട്ടയൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ആകെ മൊത്തം ടയർഡായി. ഈ ഒരു ടൈമിൻ്റെയും ഈ ഒരു വെയിലിൻ്റെ ചൂടൊക്കെ കൊണ്ടാണ് ടയർഡായിരിക്കുന്നത്. ഒരു റീഫ്രഷ്മെൻറ്റ് ഏരിയയുടെ കുറവ് എനിക്കെന്തോ ഫീൽ ചെയ്തു. ഭാവിയിൽ വരുമായിരിക്കും. ബേക്കൽ ഫോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.